എല്ലാവരും പറഞ്ഞില്ല. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ എന്തിനത് പറയുന്നറിയാവോ? നമ്മൾ ഓരോ കാര്യങ്ങളിലും അഭിസംബോധന ചെയ്യുന്നത് ഈ ഒരു രീതിയിൽ വേണം. ഈശോയ്ക്ക് സ്തുതി കൊടുക്കുക, ഈശോയ്ക്ക് സ്തുതി കൊടുത്തുകൊണ്ട് ആരംഭിക്കുക. ഇന്ന് പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സ്വർഗ്ഗാരോഹണ തിരുനാളും ഭാരത സ്വാതന്ത്ര്യ ദിനവും സംയുക്തമായി നമ്മളിവിടെ കൊണ്ടാടുമ്പോൾ ഈ ദിനത്തിന്റെ എല്ലാ മംഗളങ്ങളും സന്തോഷവും എല്ലാവർക്കും ഏറ്റവും സ്നേഹത്തോടെ നേരുകയാണ്. നമ്മൾ ചിന്തിക്കുന്നത് സ്വാതന്ത്ര്യത്തെ പറ്റിയുള്ള ഒരു ക്രൈസ്തവ ദർശനമാണ്. ഈ ഒരു കാലഘട്ടത്തിൽ എന്തിനാണ് ഒരു ക്രൈസ്തവ ദർശനം സ്വാതന്ത്ര്യത്തെ പറ്റി ചിന്തിക്കേണ്ടതെന്ന് നമ്മൾ പരിവലോചിക്കലുണ്ട്. 1980 ഇറങ്ങിയ ഒരു മലയാള സിനിമയാണ് സൈന്യം. 80കളിലാണ്. ഇവിടെ ഇരിക്കുന്ന കുറെ ചേട്ടന്മാരെങ്കിലും അത് കണ്ടിരിക്കും. ആ സൈന്യം എന്ന സിനിമയിൽ ഒരു പാട്ടുണ്ട്. ആ പാട്ടിന്റെ ഒരു ഈരടികൾ ഇപ്രകാരമാണ്: ടൗണിൽ ചെത്തി നടക്കാൻ 100cc ബൈക്കും അതിലൊരു പൂജാഭട്ടും വേണം. ആ ഗാനത്തിന്റെ ഈരടികള് ത്രില്ലടിപ്പിക്കുന്നതായിരുന്നു. ആ സിനിമയിലെ മാസ്മരികമായ പ്രകടനം കണ്ട്, ആ ഗാനത്തിന്റെ വലിയൊരു ഒരിക്കലിപ്പ് കണ്ടുകൊണ്ട് നമ്മുടെ ഈ മലയാള നാട്ടിൽ നിന്നും 6 പെൺകുട്ടികൾ ഒരുമിച്ച് കൂടി. അവര് ഈ ഗാനത്തിന്റെ ലിറിക്സ് വരികളിൽ എഴുതിയിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. കൂട്ടിലടക്കാൻ ഞങ്ങൾ കിളികളല്ല, പാറി നടക്കാനാണ് ഞങ്ങൾക്ക് ഇഷ്ടം. അങ്ങനെ അവര് ഒരു പ്ലാൻ ചെയ്തു, നമുക്ക് നാട് വിടാം. അവരെന്ത് ചെയ്തുവെന്നോ? അവരെല്ലാം ഒരുമിച്ച് ചേർന്ന് ഇവിടെ നിന്നും അങ്ങ് ഡൽഹിക്ക് പോവാം. എന്തിനാ? സ്വാതന്ത്ര്യം ആസ്വദിക്കാൻ. ഭയങ്കര ആസ്വാദനം നടത്തിയത്. സ്വാതന്ത്ര്യം ആസ്വദിച്ച് എല്ലാം തീർത്ത് എല്ലാം മടക്കി കെട്ടി നാട്ടിലേക്ക് തിരിച്ചു വന്നു. അവർക്ക് കംപ്ലീറ്റ് അവരുടെ ജീവിതത്തിൽ എല്ലാം പൂർത്തീകരിച്ചു എന്ന് അവര് ഇൻവെർട്ടർ കോമ സാറ്റിസ്ഫൈഡ് ആയി. പ്രിയപ്പെട്ടവരെ, യഥാർത്ഥത്തിലുള്ള സ്വാതന്ത്ര്യം എന്താണെന്ന് പരിശുദ്ധ കന്യകാമറിയമാണ് പറഞ്ഞു തരുന്നത്. പരിശുദ്ധ അമ്മ നേടിയെടുത്ത സ്വാതന്ത്ര്യം, അതാണ് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നത്. ONVയുടെ ഒരമ്മ പെറ്റ 9 പേർ എന്നൊരു കവിത നിങ്ങളെല്ലാം കേട്ടിട്ടുള്ള കവിതയാണ്. ആ കവിതയില് 9 സഹോദരങ്ങള് ഒരു കൂരയ്ക്ക് കീഴിൽ അവരുടെ ഭാര്യമാരോടൊപ്പം മക്കളോടൊപ്പം സന്തോഷത്തോടെ കൂടി കഴിഞ്ഞുകൂടുകയാണ്. അവരുടെ ജോലി കൽപ്പണിയായിരുന്നു. അങ്ങനെ ഒരിക്കൽ ഈ കൽപ്പണി നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടെ ഒരു ഗോപുരം നിർമ്മാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഗോപുര നിർമ്മാണത്തിനിടയിൽ അവര് മനസ്സിലാക്കാൻ സാധിച്ചു, ഇത് ഉറയ്ക്കുന്നില്ല, ഭിത്തി ഉറയ്ക്കുന്നില്ല. ഭിത്തി ഉറയ്ക്കാതെ വന്നപ്പോൾ ഇനി എന്ത് ചെയ്യും? പരസ്പരം അവര് ആലോചിച്ചു. അപ്പോ ഈ ഭിത്തി ഉറയ്ക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചപ്പോൾ ഒരു തീരുമാനമെടുക്കുകയാണ്. ഉച്ചയ്ക്ക് കഞ്ഞിയുമായിട്ട് ആരാണ് വരുന്നത്, ആ വ്യക്തിയെ നമുക്ക് ഈ ഭിത്തിയോടൊപ്പം ചേർത്ത് അങ്ങ് തേച്ചു വയ്ക്കാം. അവരുടെ അന്നത്തെ കാലഘട്ടത്തിലെ ഒരു മാമൂലാണ്. അതുകൊണ്ട് തന്നെ ഭിത്തി ഉറയ്ക്കുമെന്നാണ് അവരുടെ പ്ലാൻ, അവരുടെ ചിന്ത. അപ്പോൾ അതാ ഉച്ചയ്ക്ക് കഞ്ഞിയുമായിട്ട് വരുന്നത് മൂത്തയാളുടെ ഭാര്യയാണ്. മൂത്തയാളുടെ ഭാര്യ ഈ കഞ്ഞിയുമായിട്ട് വന്നപ്പോൾ സഹോദരങ്ങൾ പറഞ്ഞു, ഈ ചേട്ടനിമാര് പറഞ്ഞു, ഞങ്ങൾ ഇങ്ങനെയൊരു തീരുമാനമെടുത്തിട്ടുണ്ട്. അപ്പോ ഈ മൂത്തയാളുടെ ഭാര്യ പറയുകയാണ്, നിങ്ങളുടെ തീരുമാനത്തിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ എനിക്ക് ഒരേ ഒരു അപേക്ഷയുള്ളൂ. ആ അപേക്ഷ ഇതാണ്: നിങ്ങൾ ഭിത്തിയോട് ചേർത്ത് തേച്ചു വെക്കുമ്പോൾ എന്റെ ഇരുകരവും
മാറിടവും നിങ്ങൾ അത് വെറുതെ ഇടണം. അതൊരിക്കലും തേക്കരുത്. കാരണം എൻ്റെ കുഞ്ഞുങ്ങൾ എൻ്റെ അടുത്ത് വരുമ്പോൾ അവരെ മാറോട് ചേർക്കാനും അവർക്ക് മുലപ്പാൽ കൊടുക്കാനും എനിക്ക് ഇടയാകണം. അതിനുള്ള ഒരു സ്വാതന്ത്ര്യം എനിക്ക് തരണമെന്ന് അങ്ങനെ അവർ സമ്മതിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, മാതൃത്വത്തിന്റെ യഥാർത്ഥ ഭാഷ സ്വാതന്ത്ര്യത്തിന്റെ ഭാഷയാണ്, സ്നേഹത്തിന്റെ ഭാഷയാണ്. എന്നാൽ ഈ കാലഘട്ടങ്ങളിൽ സ്വാതന്ത്ര്യം എന്നുള്ളത് സുഖഭോഗങ്ങളിൽ മുഴുകുക എന്നുള്ളതായി തീരുകയാണ്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരു പ്രത്യേക ഇസം ഇറങ്ങിയിട്ടുണ്ട്, നാർസിസം. അത് പണ്ടുണ്ടായിരുന്നതായി നാർസിസം. നാർസിസ് ഒരു ഗ്രീക്ക് ഐഡിയോളജി, ഗ്രീക്ക് ആണ്. അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം ഈ നാർസിസ് എന്നുള്ള വ്യക്തി എന്താ ചെയ്തതറിയാവോ? ഒരിക്കൽ ഈ ഒരു കുളത്തിൽ തന്റെ പ്രതിച്ഛായ കണ്ടു. പ്രതിച്ഛായ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടം തോന്നി, ഭയങ്കര പ്രേമം തോന്നി. എന്ത് ചെയ്തു? ആ നാർസിസ് എന്ത് ചെയ്തു? സന്തോഷത്തോടു കൂടി ആ കുളത്തിലേക്ക് എടുത്തു ചാടി കെട്ടിപ്പിടിക്കുകയാണ്. എന്നാ ഇതിന്റെ അർത്ഥം എന്താണെന്നറിയാവോ? സ്വയം താല്പര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു, സ്വന്തം ഇഷ്ടങ്ങൾക്ക് താല്പര്യം കൊടുക്കുന്നു, സ്വന്തം അഹങ്കാരത്തിന് പ്രാധാന്യം കൊടുക്കുന്നു. ഈ കാലഘട്ടങ്ങളിൽ സ്വാതന്ത്ര്യം എന്നുള്ളത് സ്വന്തം ഇഷ്ടങ്ങൾക്കും താല്പര്യങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുന്ന ഇടമായി തീരുമ്പോൾ, പ്രിയപ്പെട്ടവരെ, അത് യഥാർത്ഥത്തിൽ അടിമത്തമല്ലേ? ഞാൻ എന്റെ ഇഷ്ടങ്ങൾക്കും സുഖേച്ഛകൾക്കും ഞാൻ താല്പര്യം കൊടുക്കുമ്പോൾ ഞാൻ എന്തിനു അടിമയാണ്? എന്റെ ഇഷ്ടങ്ങൾക്ക് അടിമയാവുകയാണ്. പക്ഷേ യഥാർത്ഥ സ്വാതന്ത്ര്യം എന്താ? ദൈവഹിതത്തിന് കീഴ്വഴങ്ങി എന്നുള്ളതല്ലേ? പരിശുദ്ധ അമ്മയുടെ സ്വാതന്ത്ര്യം അതല്ലേ? ദൈവം ഇടപെട്ടതല്ലേ? കൃപ നിറഞ്ഞ മറിയത്തിൽ ഇടപെട്ടതല്ലേ? ഒന്നും എനിക്ക് സ്വന്തമായിട്ടൊന്നുമില്ല, എല്ലാം ദാനം കിട്ടിയതാ. അതുകൊണ്ട് ഇതാ കർത്താവിന്റെ ദാസി, ആ കർത്താവിന്റെ ദാസി എന്ന അനുഭവത്തിലേക്ക് വരണമെങ്കിൽ ലൈഫ് ഈസ് എ ഗിഫ്റ്റ് ഓഫ് ഗോഡ് എന്ന ചിന്ത, ദൈവം ദാനം തന്നതായി ജീവിതം. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ച്, നമ്മൾ ഫിലിപ്പിയരുടെ ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ കാണുന്ന ഒരു തിരുവചനമുണ്ട്. ഓരോരുത്തരും സ്വന്തം താല്പര്യം മാത്രം നോക്കിയാൽ പോരാ, മറിച്ച് മറ്റുള്ളവരുടെ താല്പര്യം കൂടി പരിഗണിക്കണം. യേശു ക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവമാണ് നമുക്ക് ഉണ്ടായിരിക്കേണ്ടത്. സ്വാതന്ത്ര്യം എന്നുള്ളത് എന്താ പ്രിയപ്പെട്ടവരെ? സ്വന്തം താല്പര്യങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്നതല്ല, മറിച്ച് അപരനെയും ജീവിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ചേതോ വികാരമാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. പരിശുദ്ധ അമ്മ സ്വന്തം ഇഷ്ടങ്ങളെ ദൈവേഷ്ടങ്ങൾക്ക് കീഴ്പ്പെടുത്തിയപ്പോഴല്ലേ ഈ ഭൂമിയിലേക്ക് പാപത്തിന്റെ അടിമത്തം നീക്കി യഥാർത്ഥ സ്വാതന്ത്ര്യത്തിന്റെ അവസ്ഥയിലേക്ക് ദൈവമക്കൾ കടന്നു വന്നത്? 1950 നവംബർ മാസം 1-ാം തീയതിയാണ് 12-ാം പിയൂസ് മാർപ്പാപ്പ പരിശുദ്ധ അമ്മയുടെ സ്വർഗ്ഗാരോപണം വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചത്. പ്രിയപ്പെട്ടവരെ ഓർക്കുക, യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 8-ാം അധ്യായത്തിന്റെ 32-ാമത്തെ തിരുവചനം പ്രകാരമാണ് പറയുക, നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യുമെന്ന്. എങ്ങനെയാണ് ഈ സത്യം അറിയുക? ഇപ്പോ ഫേക്ക് ന്യൂസുകളുടെ ഒരു കാലഘട്ടമാണ്. യഥാർത്ഥത്തിൽ ഇപ്പോ മൊബൈലിൽ വരുന്ന ഓരോ വീഡിയോസും കാണുമ്പോൾ ഇത് AI നിർമ്മിച്ചതാണോ, ജെമിനി ഉണ്ടാക്കിയതാണോ, ഒറിജിനൽ വീഡിയോ ആണോ? ഫേക്ക് ന്യൂസ് ഏതാ, റിയൽ ന്യൂസ് ഏതാന്ന് തിരിച്ചറിയാൻ വഴിയാത്ത ഒരു കാലഘട്ടത്തിലാണ്. അപ്പോ യഥാർത്ഥത്തിൽ സത്യം എന്താണെന്ന് എങ്ങനെ തിരിച്ചറിയും? കർത്താവ് പറയുന്ന ഒരു വചനമുണ്ട് കേട്ടോ, ഞാൻ പഠിപ്പിച്ചവ നിങ്ങൾ വിശ്വസിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്താൽ നിങ്ങൾ സത്യം അറിയും. സത്യം അറിയണമെങ്കിൽ ദൈവവചനത്തിൽ വിശ്വസിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യും. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടതില്ല, എന്റെ സ്വയം തീരുമാനങ്ങളെ ദൈവഹിതം അനുസരിച്ച് നിയന്ത്രിക്കുവാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? ഒരിക്കൽ കൂടി പറയാം,
എന്റെ സ്വയം തീരുമാനങ്ങളെ ദൈവഹിതമനുസരിച്ച് എനിക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ യഥാർത്ഥത്തിൽ നാം സ്വതന്ത്രരാണ്. എന്റെ ഹിതങ്ങളെ, ഇഷ്ടങ്ങളെ ദൈവഹിതമനുസരിച്ച് എനിക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? അതെയോ ഇഷ്ടങ്ങളാണോ എന്നെ കൺട്രോൾ ചെയ്യുന്നത്? കുട്ടികള് വീട്ടില് പപ്പയോടും മമ്മിയോടും പറയും, എന്റെ ഇഷ്ടം ഇതാ, എനിക്കിത് നടത്തിയേ തീരൂ. മാതാപിതാക്കന്മാരുടെ വേദന അറിയാത്ത മക്കൾ ഇരിക്കുന്നുണ്ട്. അവരുടെ സാമ്പത്തിക സ്ഥിതി അറിയാത്ത മക്കളുണ്ട്. എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കാൻ പോകണം, എനിക്ക് ബൈക്ക്, ഇന്ന ബൈക്ക് വേണമെന്ന് വാശി പിടിക്കുന്ന മക്കളുണ്ട്. സ്വന്തം ഇഷ്ടമാണ്, അത് നടപ്പാക്കാതെ ഞാൻ പോകില്ല. ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുക എങ്ങനെയാണ്? സ്വന്തം ഇഷ്ടങ്ങളെ ദൈവഹിതത്തിന് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എങ്കിൽ നമ്മൾ അടിമകളാണ്, സ്വാർത്ഥതയ്ക്ക് അടിമകളാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ ഓർക്കണം, നാട്ടുരാജ്യങ്ങളെ ഭിന്നിച്ച് അനൈക്യം ഉണ്ടാക്കി ആ അനൈക്യം വിദേശികള് മുതലാക്കി ഇന്ത്യയെ പിടിച്ചടക്കി. ഓർക്കണേ, സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള അവസ്ഥയാണ് പറഞ്ഞത്. നാട്ടുരാജ്യങ്ങളെ ഭിന്നിപ്പിച്ച് അനൈക്യം നിലനിർത്തി അങ്ങനെയാണ് വിദേശികൾ ഇന്ത്യയെ പിടിച്ചെടുത്തത്. ഇന്നത്തെ സാഹചര്യത്തിൽ ഓർത്ത് നോക്കുകയും സ്വന്തം കുടുംബത്തിൽ അപ്പനും അമ്മയും മക്കൾ തമ്മിൽ പരസ്പരം ഭിന്നിപ്പിക്കുക, ഭിന്നതയുണ്ടാക്കുകയാണ്. ഈ ഭിന്നത ആരാ മുതലാക്കുന്നത്? ചിലപ്പോൾ അയൽവക്കക്കാർ മുതലാക്കുന്നു, ചിലപ്പോൾ ഇത് കാണുന്ന ചിലരൊക്കെ മുതലാക്കുന്നുണ്ട്. സ്വന്തം കുടുംബത്തിലെ അനൈക്യത്തെ മുതലെടുത്ത് അടിമത്തത്തിലേക്ക് നമ്മളെ ക്ഷണിച്ചു കൊണ്ടിരിക്കുകയെന്ന് കാനായിലെ കല്യാണ വിരുന്ന് നാം വായിച്ചു കേട്ട സുവിശേഷ ഭാഗം. ആ കാനായിലെ കല്യാണ വിരുന്നിൽ അമ്മയുടെ സാന്നിധ്യം സ്വാതന്ത്ര്യം പൂർണ്ണമായി വിനിയോഗിച്ചതിന്റെ ഭാവമാണ്. ഓർക്കണേ, നിങ്ങൾ ചിന്തിച്ചേ, ഒരു വീട്ടിൽ ഒരു പ്രശ്നം ഉണ്ടായി. ആ പ്രശ്നം ഉണ്ടായപ്പോൾ ഉടൻ തന്നെ ഈ വീട്ടുകാരൻ വീട്ടുകാരന്റെ അവസ്ഥ ആരാ മനസ്സിലാക്കിയത്? പരിശുദ്ധ അമ്മ മനസ്സിലാക്കി. പരിശുദ്ധ അമ്മ മനസ്സിലാക്കിയിട്ട് പരിശുദ്ധ അമ്മ ഇത് നാട്ടിൽ മുഴുവൻ കിടന്നു കിടക്കണോ? ഇത് അല്ല, ഇത് പരിഹരിക്കാൻ കഴിവുള്ള ഒരേ ഒരു വ്യക്തിയുള്ളൂ, അത് ഈശോയാണ്. അതുകൊണ്ട് ഈ വീട്ടിലെ കുറവ് ഈശോയോട് തുറന്നു പറയണം. യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം അതല്ലേ പ്രിയപ്പെട്ടവരെ? എന്റെ വീട്ടിലെ കുറവ് ഞാൻ നാട്ടുകാരോട് അല്ലെങ്കിൽ വാട്സപ്പില് അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ഇട്ടാൽ അത് പരിഹാരം ഉണ്ടാവോ? ഇല്ല. എന്റെ കുടുംബത്തിലെ, എന്റെ സമുദായത്തിലെ, എന്റെ സമൂഹത്തിലെ കുറവുണ്ടെങ്കിൽ ആ കുറവ് പരിഹരിക്കാൻ കഴിവുള്ള തമ്പുരാൻ എന്റെ കൂടെയുണ്ട് എന്ന സാന്നിധ്യം, ആ ചിന്തയാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. അത് തുറന്നു പറയണം, അത് ഈശോയോട് തുറന്നു പറയണം. കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി എന്നെ വിളിച്ചു. പ്രീ മാരേജ് കോഴ്സ് കൂടി പോയി വിവാഹം കഴിച്ചു. 1 മാസമായുള്ളൂ. എന്നെ വിളിച്ചിട്ട് കരച്ചിൽ അങ്ങേയറ്റത്ത്. അച്ഛാ, ഞാൻ ജീവിക്കാൻ പറ്റും, എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. കാരണം എന്തോ എന്റെ ഫോണില് ഏതോ ഒരാളുടെ ഒരു മെസ്സേജ് കണ്ടു. ആ മെസ്സേജ് കണ്ട അന്ന് മുതൽ ഈ പുള്ളി തുടങ്ങിയതാണ് എന്നെ ചോദ്യം ചെയ്യുക, ടോർച്ചർ ചെയ്യുക. ഞാൻ പറഞ്ഞു, അത് നേരത്തെ അതിനകത്ത് സ്റ്റോറിയിൽ കിടക്കുന്നതാണ്. ഇപ്പൊ യാതൊരു തരത്തിലെ ബന്ധമില്ല. തുറന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു, നീ ഇങ്ങനെ കഴിഞ്ഞ് ജീവിതം അവസാനിപ്പിച്ചത് എങ്ങനെയാണ്? നീ അല്പസമയം ഇരുന്ന് തമ്പുരാന്റെ പക്കൽ തുറന്നു പറയണ്ടേ? അപ്പൊ പറയാ, അച്ഛനൊക്കെ പറഞ്ഞാൽ മതി, ഞാൻ അനുഭവിക്കണേന്ന്. പ്രശ്നങ്ങൾ ഉണ്ടായാൽ ആ പ്രശ്നങ്ങൾ തമ്പുരാന്റെ പക്കൽ ശാന്തമായിരുന്ന് തുറന്നു പറയാൻ അല്പസമയം, മണിക്കൂറുകൾ ദൈവസാന്നിധ്യത്തിൽ ഇരുന്ന് തുറന്നു പറയാനായിട്ട് എത്ര പേര് സമയം ചെലവഴിക്കുന്നുണ്ട്? യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യമല്ലേ തമ്പുരാന്റെ സന്നിധിയിൽ ശാന്തമായിരുന്ന് എല്ലാം തുറന്നു പറയാനൊരു അതിന് നമ്മുടെ സമയം കണ്ടെത്തണം പ്രിയപ്പെട്ടവരെ. നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ വിനിയോഗം നമ്മുടെ കുടുംബത്തിനും നാടിനും സമൂഹത്തിനും സന്തോഷമുള്ളതാണ്. ആ സന്തോഷത്തിന്റെ അനുഭവത്തിലേക്കാണ് നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും നമ്മൾ കടന്നു വരേണ്ടത്. യഥാർത്ഥത്തിൽ ഇന്ന് മാറ്റിക്കളയേണ്ട അടിമത്തം എന്നുള്ളത് സ്വാർത്ഥതയുടെ, താൻപോരിമയുടെ, പാപത്തിന്റെ,
അടിമത്തം നീക്കണം. ആ പാപത്തിന്റെ അടിമത്തം നീക്കിയാൽ മാത്രമേ യഥാർത്ഥ സ്വാതന്ത്ര്യം കഴിയുകയുള്ളൂ. ഇവിടെ ഇരിക്കുന്ന ചെറുപ്പക്കാരും കുഞ്ഞുങ്ങളൊക്കെ ശ്രദ്ധിച്ച്, നിങ്ങളെ യഥാർത്ഥത്തിൽ കൺട്രോൾ ചെയ്യുന്നത് ആരാ? മൊബൈൽ. നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കണം, നിങ്ങളുടെ ഇഷ്ടങ്ങൾ, എന്റെ ഇഷ്ടമില്ല, ആരും ആ ഇഷ്ടത്തിന് വിലങ്ങനടിയായി നിൽക്കരുത്. നിന്നാലും ഭീഷണിയുടെ സ്വരമാ മക്കളിൽ നിന്നുണ്ടാകുന്നത്. യഥാർത്ഥത്തിൽ സ്വന്തം സ്വാർത്ഥതകളെ ഒടിക്കണം, പാപത്തിന്റെ കെട്ട് പൊട്ടിക്കണം. സ്വതന്ത്രരാകാനായിട്ട് സ്വാതന്ത്ര്യം എങ്ങനെയുണ്ടാവുന്നത്? ത്യാഗത്തിലൂടെയാ സ്വാതന്ത്ര്യം കിട്ടുക. അതിനാൽ സ്വരാജ് ആഗ്രഹിക്കുന്നവൻ മണത്തരിയേക്കാൾ വിനീതനായിരിക്കണമെന്നാണ് ഗാന്ധിജി പറഞ്ഞത്. സ്വരാജ് നേടാൻ ആഗ്രഹിക്കുന്നവൻ മണത്തരിയേക്കാൾ വിനീതനായിരിക്കണമെന്ന്. ജീവിത സൗകര്യങ്ങൾ വർദ്ധിച്ചു വരുമ്പോൾ പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ ആഗ്രഹിക്കുന്നതൊക്കെ കൈപ്പിടിയിൽ ഒതുക്കാൻ ശ്രമിക്കുമ്പോൾ സംതൃപ്തി കിട്ടുന്നുണ്ടോ? നമുക്ക് ഒരിക്കലും സംതൃപ്തി കിട്ടുന്നില്ല. അതിനാൽ സുഖഭോഗങ്ങളുടെ കുറുക്കു വഴികളിലൂടെ യാത്ര ചെയ്ത് ഇടറി വീണ അനുഭവങ്ങളിലേക്ക് ഒരുപാട് ചെറുപ്പക്കാർ പോകുന്നുണ്ട്. അവിടെയൊക്കെ ഓർക്കേണ്ട കാര്യം ഇതാണ്: എന്റെ ദൈവത്തോട് തുറന്നു പറയാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കുമെന്ന വചനത്തിന്റെ അഭിഷേകമാണ് നമ്മൾ അറിയേണ്ടത്. പുത്രനാണ് നിങ്ങളെ സ്വതന്ത്രരാക്കുന്നത്. സ്വയം തീരുമാനങ്ങളെ ദൈവഹിതമനുസരിച്ച് നിയന്ത്രിക്കാൻ കഴിയുന്നവനാണ് സ്വതന്ത്രനായി തീരുന്നത്. സ്വാതന്ത്ര്യം എന്നുള്ളത് മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധത്തിൽ നിന്നാണ് ഉത്ഭൂതമാകുന്നത് എന്ന് ഡിട്രിച്ച് ബൊനോഫർ എഴുത്തുകാരൻ പറയുകയാണ്. അതിനാൽ റോമാക്കാരുടെ ലേഖനത്തിന് 8-ാം അധ്യായം 19-ാം വാക്യത്തിൽ പറയുക, സൃഷ്ടി ജീവന്റെ അടിമത്തത്തിൽ നിന്ന് വിമോചനമാവുകയും ദൈവമക്കളുടെ സ്വാതന്ത്ര്യം പ്രാപിക്കുകയും ചെയ്യുമെന്ന്. അതിനാൽ സഹോദരരെ, സ്വാതന്ത്ര്യത്തിലേക്കാണ് നാം വിളിക്കപ്പെട്ടിരിക്കുന്നത്. അതിനാൽ നമുക്ക് യഥാർത്ഥ സ്വാതന്ത്ര്യത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു വരാം. പരിശുദ്ധ അമ്മ നമുക്ക് നൽകുന്ന യഥാർത്ഥ അനുഭവത്തിലേക്ക്, ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് ഉയരാനായിട്ട് എല്ലാവർക്കും പരിശ്രമിക്കാം. ഈ സ്വാതന്ത്ര്യത്തിന്റെയും പരിശുദ്ധ അമ്മയുടെയും സ്വർഗ്ഗാരോഹണ തിരുനാളിന്റെ മംഗളങ്ങൾ ഏവർക്കും ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് നമ്മളാരും അടിമകളാകാതിരിക്കാൻ, സ്വാർത്ഥതയുടെയും താൻപോരിയുടെ അഹംഭാവത്തിന്റെയും അടിമകളാകാതിരിക്കാൻ, യഥാർത്ഥ സ്വാതന്ത്ര്യത്തിന്റെ അനുഭവത്തിലേക്ക് കൈപിടിച്ചു വരാൻ പരിശുദ്ധ അമ്മ നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദിനത്തിന്റെ എല്ലാ മംഗളങ്ങളും ഒരിക്കൽ കൂടി